ഓക്കെ, അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പയറ് കറിയും പയറും ക്യാരറ്റും കൂടെ ഉണ്ടാക്കാനാണ്. ഇത് കട്ട് ചെയ്യുന്നില്ല, ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഫ്രീസറിനകത്ത് ഇരുന്നതുകൊണ്ട് ഇങ്ങനെ ഒടിച്ചെടുത്താണ്. അത്രയും ഇരുന്ന് ഒടിച്ചതായിരുന്നു ഇത്. ഓൾറെഡി മുറിഞ്ഞായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നത്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒടിച്ചപ്പോൾ അതിങ്ങനെ ആയി. അപ്പോൾ പിന്നെ വലിയ സീനില്ല, കത്തി കിടന്ന ആവശ്യമൊന്നുമില്ല. ഓക്കെ, പിന്നെ ക്യാരറ്റിൻ്റെ അവസ്ഥ എന്താ നോക്കാം. നല്ല വെള്ളം തിളപ്പിച്ച് ഇതിനകത്തോട്ട് ഒഴിച്ച് അതിൻ്റെ ഐസിലങ്ങനെ വെള്ളം ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ക്യാരറ്റിൻ്റെ അവസ്ഥ ചെറിയൊരു പരിതാപകരത്തിലാണ്. കാരണം അതിങ്ങനെ എങ്ങനുണ്ട്, എന്താവും എന്നറിയില്ല. അപ്പോൾ ഇതിനകത്ത് ഇരുന്നത് കൊണ്ടായിരിക്കാം. നോക്കാം. അതിൻ്റെ തൊലിയല്ല ഈ കറുപ്പുള്ള സാധനങ്ങൾ ചുരണ്ടിക്കളഞ്ഞിട്ട് സെറ്റാക്കാം. ഇങ്ങനെ ചൂടുവെള്ളം ഒഴിച്ചപ്പോൾ ഉറഞ്ഞിരുന്ന പയറെല്ലാം ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. ബാക്കി എല്ലാത്തിൻ്റെയും കോസ്മെറ്റിക് സർജറി കഴിഞ്ഞപ്പം വലിയ സീനില്ല. പക്ഷേ ഇതിന് മാത്രം സർജറി സക്സസ് ആയില്ല. അതുകൊണ്ട് ഈ സംഭവം നമ്മൾ മാറ്റി വയ്ക്കുകയാണ് സുഹൃത്തുക്കളെ. കോസ്മെറ്റിക് സർജറി കഴിഞ്ഞ ക്യാരറ്റിനെ കുനുകുന എന്നാക്കിക്കൊണ്ടിരിക്കുന്ന പ്രൊസീജിയറാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ പയറും ക്യാരറ്റും സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ബാക്കി പരിപാടിയിലേക്ക് കിടക്കാം. ഓക്കെ, അടുപ്പ് കത്തിച്ചു, പാത്രം വെച്ചു. പാത്രം ചൂടാവട്ടെ, എണ്ണ ഒഴിക്കാം. ചട്ടി ചൂടായി, എണ്ണ ഒഴിച്ചു. ഇഞ്ചി കടുകോറ മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ കറിവേപ്പില ഇടുന്നതായിരിക്കും. ഫോൺ വെച്ചുകൊണ്ട് ഇളക്കാൻ പറ്റുന്നില്ല. ഇട്ടിട്ട് വീഡിയോ എടുക്കാം. എനിക്ക് കറിവേപ്പിലയും ഇട്ടു, ഉള്ളി ഇട്ടു. ഇനി അത് വതക്ക് കുറച്ച് ഉപ്പിടണം, എന്നാലാണ് ഉള്ളി പെട്ടെന്ന് വഴലുള്ളൂ. ഇപ്പോൾ എനിക്ക് കുറച്ച് മഞ്ഞപ്പൊടി തട്ടി, ഇനി കുറച്ച് മുളക് പൊടി തട്ടാറുണ്ട്. മഞ്ഞപ്പൊടി മുളക് പൊടി ഇട്ട് വതക്ക്. വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു. ഇത് വീണ്ടും വതക്ക്. ഉള്ളിലേക്ക് നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പച്ചക്കറി തട്ടിക്കൊടുക്കാം. ക്യാരറ്റ് പോയിട്ടുണ്ട്. ഇനി ബീൻസിന് പറഞ്ഞുവിടാം. ബീൻസിനെയും ആ പാത്രത്തിൽ അധിവസിപ്പിച്ച ശേഷം അതിൻ്റെ ഗ്രീൻ ഹൗസ് വെച്ച് മാറാൻ വേണ്ടിയിട്ട് ചില നേരം ചട്ടിക്ക് കിടക്കട്ടെ. നമ്മുടെ സംഭവത്തിൻ്റെ പച്ചപ്പ് ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറഞ്ഞ ഉദ്ദേശിച്ച് ഞാൻ ഇതിൻ്റെ പച്ചപ്പ് മാറണമെന്നായിരുന്നു കേട്ടോ. ലൈറ്റായിട്ട് മാറി ക്യാരറ്റിൻ്റെ കളറൊക്കെ ലൈറ്റായിട്ട് സെറ്റായിട്ട് വരുന്നുണ്ട്. അപ്പം ഇത് വെന്ത് തുടങ്ങി എന്നതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് വേവിക്കാം. പാത്രത്തിൽ, അതായത് പെട്ടെന്ന് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട് ഗ്യാപ്പ്. സംഭവം ലൈറ്റായിട്ട് സെറ്റായിട്ട് വരുന്നുണ്ട്. പച്ചച്ചോയൊക്കെ മാറിപ്പോയി. അവിടെ കൂടെ പോയി പോട്ടെ. അപ്പോൾ പച്ച ചൊവയൊക്കെ ലൈറ്റായിട്ട് മാറി. വലിയ ഒന്നുമല്ല, വെന്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പും കുരുമുളകും അതിൻ്റെ ഒരു ടേസ്റ്റും കൂടെ ആയിട്ട്, പച്ചക്കറിയുടെ ഒരു ടേസ്റ്റും കൂടെ ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അല്ലാണ്ട് പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നുമില്ല, കാരണം ഞാനാണല്ലോ ഉണ്ടാക്കണത്. ഓക്കേ.